ഏകദേശം ഒരു 2 മാസം മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയപ്പോൾ ഞാനെടുത്ത ഒരു ചെറിയ വ്ളോഗാണ്. പെട്ടെന്ന് ഉദിച്ചൊരാശയമായിരുന്നു എന്നാ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഗാലറി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണ കണ്ടിട്ട് ഞാനോർത്തു ഇതുവരെ ഞാനിത് പോസ്റ്റ് ചെയ്തില്ലേന്ന്. യൂട്യൂബ് ചാനൽ തുടങ്ങി ഏകദേശം 1 ഇയർ ആവണു. ഇതുവരെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞങ്ങൾ 4 ആളും കൂടെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള കാപ്പിൽ ബീച്ച് വരെ വന്നതാണ്. അപ്പോഴാണിത് ഈ അഡ്വഞ്ചർ പാർക്ക് കണ്ടത്. എന്നാൽ കുറച്ച് അഡ്വഞ്ചർ ചെയ്തിട്ട് വരാമെന്നും കരുതി ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയതാണ്. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നറിയാൻ വേണ്ടി ഞങ്ങളങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളവിടെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ ഉള്ളതെന്നുള്ളത്. അവൻ അവിടെ തിരക്കുക. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ക്വിക്കായിട്ടുള്ളൊരു വ്ളോഗാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ പുറത്ത് വന്നിരിക്കുകയാണ്. എവിടെയാണ് നമ്മൾ കാപ്പൽ ബീച്ചിലാണ്. എൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. ഒരു വ്ളോഗാണ് നടക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യണോ? ഞാനും കൂടെ പോയി ചെയ്തിട്ട് വരട്ടെ. ഇക്കഴിഞ്ഞ വീഡിയോയുടെ അവസാനം അടിപൊളി ഒരു റിയാക്ഷൻ ആയിരുന്നു. കാരണം ഞാൻ അമ്പ് ചെയ്തത് കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾ അതുമാത്രം കറക്റ്റായിട്ട് എടുത്തിട്ടുമില്ലായിരുന്നു. ഇവർക്ക് ഇതിനോട് ഭയങ്കരമായിട്ട് ഹരം തോന്നിയിട്ട് അവർ വീണ്ടും ഒരു റൗണ്ടും കൂടെ നമുക്ക് പ്ലേ ചെയ്യാമെന്നും കരുതിയിട്ട് അവർ 3 പേരും കൂടെ വീണ്ടും അവിടെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ കാപ്പിലി ബീച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അവർ ഭാര്യയും ഭർത്താവും അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കായലിലോട്ട് പോവാ. ഞങ്ങൾക്ക് വേണ്ട, നമ്മൾ കായലിലോട്ട് പോവാ. എടുത്തു തരാം. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, എനിക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് ഈ ഒരു ലൊക്കേഷനാണ്. മുമ്പെങ്ങും ഞങ്ങളിവിടെ വന്ന ടൈമിൽ ഇങ്ങനൊരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭംഗിയായിരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ പോയ ടൈം നല്ല ബെസ്റ്റ് ടൈം ആയതുകൊണ്ട് അടിപൊളി കുറേ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റി. അതൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴും എല്ലാവരും ചോദിച്ചാൽ ലൊക്കേഷൻ എവിടെയാണെന്നാ. ലൊക്കേഷൻ കാപ്പിലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് കാപ്പിൽ തന്നെയാണോ എന്നൊരു രീതിയിലുള്ളൊരു ടോണിലെ ചോദ്യമായിരുന്നു. നല്ല അടിപൊളി സൺസെറ്റും കാര്യങ്ങളുമൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇവിടെ ഈ വശത്ത് കായലും അപ്പുറത്തെ വശത്ത് കടലുമാണ് ഗൈസ്. അതാണ് സംഭവം. ഞാനും ജോമോളുമാണ് ഏറ്റവും കൂടുതൽ വീഡിയോസും ഫോട്ടോസും എടുത്ത് തകർത്തത്. നല്ല അടിപൊളിയായിട്ട് ഈവനിങ് ഞങ്ങൾ അവിടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. കണ്ടില്ലേ എന്താ പുഞ്ചിരി എല്ലാവരുടെയും. ഇതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാലോ എന്നുള്ളൊരാലോചനയായിരുന്നു. അപ്പോൾ KFC വേണോ അതോ അവിടെ അടുത്ത് അത്യാവശ്യം നല്ല ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ പോകണോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ഞങ്ങൾ. അവസാനം ഞങ്ങൾ മോളുൻ്റെ ഇഷ്ടം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. കാരണം അവിടെ ബർത്ത്ഡേയുടെ ട്രീറ്റായിരുന്നു ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ വന്ന റെസ്റ്റോറൻറ്റ് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡൊക്കെ ഓക്കെയാണ്. പിന്നെ ഏറ്റവും അവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷനും ഒരു വൈബും അതൊക്കെയായിരുന്നു. ഫുഡ് പിന്നെ ഓക്കെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരിതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒരു കാര്യമില്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നു പോയത് ആ കായലിലോട്ടാണ്. എന്തിനാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പിന്നെയാണ് ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ചെന്നപ്പോൾ അത്യാവശ്യം ആൾ കുറവായിരുന്നു. കാരണം ആ ടൈമിലായപ്പോഴത്തേക്കും ഏകദേശം ഫുഡൊക്കെ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കഴിക്കാൻ വന്ന ഫുഡൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് ഓർഡർ ചെയ്ത് ഒരു 3-4 മിനിറ്റ് അല്ല, ഒരു 10-20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അപ്പോഴത്തേക്കും അവർ കള്ള് കൊണ്ടുവന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ക്യൂട്ട്നെസ് വരിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ കരുതി അങ്ങനെ കുറച്ച് നേരം ടൈം കളഞ്ഞു. നല്ല ഇരുട്ടായി. അപ്പോഴത്തേക്കും ഞങ്ങൾ കപ്പയും ബീഫും കക്കായും മീൻകറിയൊക്കെയാണ് ആദ്യം ഓർഡർ ചെയ്തത്.
പിന്നീട് ഞങ്ങളതിന് ശേഷം ഒരു ഫിഷ് ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വലിയ ഫിഷ് ഫ്രൈ അതൊക്കെയാണ്, വലിയ വലിയ മീൻ ഫ്രൈ ആക്കി തരുന്നതൊക്കെയാണ് അവിടുത്തെ ഭയങ്കര ഹൈലൈറ്റ്. അതായത് നമ്മൾ അവിടെ പോയിട്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് അത് നമുക്കവർ ഫ്രൈ ചെയ്ത് തരും. അതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ കൊണ്ടുവന്ന മീൻ ഇതായിരുന്നു. എനിക്കതിൻ്റെ പേരറിയത്തില്ല. ഞാൻ കുറച്ച് കപ്പയും കക്കായും ഈ ഫിഷ് ഫ്രൈ ആണ് കഴിച്ചത്. പകുതിയായപ്പോഴേ നല്ല രീതിക്ക് എല്ലാവരുടെയും വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിനാണ്, അവളെനിക്ക് കാണിച്ചു തരാണ് എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന്. ഞാൻ പകുതിയായപ്പോഴേ നിർത്തി, കാരണം അതിൽ കൂടുതലുള്ള കപ്പാസിറ്റി ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പകുതിയായപ്പോഴേ നിർത്തി. ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ചിരിയും കളിയുമാണ് അവർ ഈ കാണുന്നത്. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കണമെന്ന് നിർബന്ധം ഇവർക്ക് തന്നെ ആയിരുന്നു. അവസാനം ഞാനും ജോമോളും അവിടെ നിന്ന് എഴുന്നേറ്റു. അവർ രണ്ടുപേരും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അവസാനത്തെ ഒരു നിമിഷമാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. കണ്ടില്ലേ ടേബിളിരിക്കുന്നത് എങ്ങനെയാണെന്ന്. മോളുമൊക്കെ കഴിച്ച് കുഴഞ്ഞ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാനും അവളും കൂടെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. നല്ല ഭംഗിയായിരുന്നു, രാത്രി നല്ല കാറ്റും എല്ലാം നല്ല ഭംഗിയായിരുന്നു. സോ ഗൈസ്, പൊടി പിടിച്ച് കിടന്ന എൻ്റെ ഈ വ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.